നമ്മുടെ കോളേജ് കുട്ടികളുടെ ഇടയിലുള്ള ഭയങ്കര ഹരമാണ് ജൂനിയേഴ്സ് വരുമ്പോൾ റാഗ് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളത്. സത്യത്തിൽ റാഗിങ് നമ്മുടെ ആവശ്യമാണോ? എന്താ നാഷ്? അതിൻ്റെ കോളേജിൽ മാത്രമല്ല, ആസ് ഫാർ ആസ് ഐ നോ, കോളേജിൽ മാത്രമല്ല, സ്കൂളിലും എല്ലായിടത്തും ഈ റാഗിങ്ങിൻ്റെ ചെറിയ തോതിലൊക്കെ ഉണ്ട്. ചെറിയ തോതിൽ എല്ലാ വീടുകളിലുമുണ്ട്. മരുമോള്, അമ്മായിയമ്മ, ഇതൊക്കെ ഒരു റാഗിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നാ അതിനെ പറയാ. അതായത് ആ പരിചയം, ഐസ് ബ്രേക്കിംഗ് സെഷൻ അറിയാം നമ്മള്. ആ റാപ്പോ പെട്ടെന്ന് കാണുമ്പോൾ ആ ഇൻട്രോ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫ്രണ്ട്സ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ്സ് കോൾഡ് ഫ്രണ്ട്ലി റാഗിങ്. പാട്ട് പഠിപ്പിക്കാം, നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഉള്ള മാനസിക പ്രശ്നങ്ങളല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസൺ അപ്പ് ഫ്രണ്ട്സ് ആണ് എന്ന് അറിയിക്കാനുള്ളതാണ് പ്രോപ്പർലി റാഗിങ് എന്ന് പറയുന്നതിന്റെ അതിന്റെ ഒരു അർത്ഥം വരിക. അത് പിന്നെ അത് ഈഗോയിലേക്ക് മാറി. അത് പിന്നെ വലുതാകുമ്പോൾ നമ്മൾ സീനിയേഴ്സ് ആണ്, നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളിൽ ഇതിനു മുമ്പേ നമ്മുടെ സീനിയേഴ്സ് എന്താണോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ അവരുടെ റാപ്പോയിലേക്ക് വരുള്ളൂ എന്നുള്ളൊരു തെറ്റായ ഒരു ധാരണ പലർക്കും ഉണ്ട്. നമ്മളെല്ലാവരും, ഞാനും താനും എല്ലാവരും ഉൾപ്പെടെയുള്ളവർ റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്, റാഗ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാൽ ഞാനും റാഗൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാനസികമായി പീഡിപ്പിക്കുകയോ ശാരീരികമായി പീഡിപ്പിക്കുകയോ, കഴിഞ്ഞ ദിവസം ഈ ന്യൂസിലൊക്കെ വായിച്ചായിരുന്നു, ഭയങ്കര മോശമായിട്ട് പിള്ളേർ ഉപദ്രവിച്ചിട്ട് ഡമ്പലൊക്കെ ലിംഗത്തിൽ കെട്ടിയിട്ട് അത് പിന്നെ മുറിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ലോഷൻ ഒഴിക്കുന്നു. അത് ദാറ്റ് ഇസ് ലൈക്ക് ടോർച്ചർ അല്ലേ? അത് ടോർച്ചർ, ദാറ്റ് ഇസ് നോട്ട് റാഗിങ്. അത് ടോർച്ചർ തന്നെയാണ്. ദാറ്റ് ഷുഡ് ബി ക്രിമിനലൈസ്ഡ് എന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ദാറ്റ്സ് എ ക്രിമിനൽ തോട്ട് അല്ലേ? അത് കുട്ടികളാണ് ചെയ്യുന്നത്, ദാറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. കുട്ടികളാണ് ചെയ്യുന്നു, കോളേജിനകത്ത് ചെയ്യുന്നു. കോളേജ് ഇസ് എ പ്ലേസ് വേർ നമ്മളെല്ലാവരും പഠിക്കാൻ വരുന്നു, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വരുന്നു, ബാക്കി കാര്യങ്ങൾ അറിയാൻ വരുന്നു, സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ പുറത്തു പോകും, നമ്മുടെ വീക്ഷണമൊക്കെ വരുന്നത് അല്ലേ? 19-20 ഇയേഴ്സിലായിരിക്കുമല്ലോ കോളേജിൽ, പ്രൊഫഷണൽ കോളേജിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ മഹാരാജാസിലാണ് പഠിച്ചതെന്ന് പറയുന്നത്. ഇപ്പം പുരുഷ കേസരികൾ മാത്രമുള്ള ഒരു സ്ഥലമാണെന്നുള്ള ഒരു പരിപാടിയാണല്ലോ നിങ്ങളുടെ റാഗിങ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞത് തന്നെ, ഈ റാഗിങ് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് കുറച്ചൊരു അധികമാണ്, പെൺകുട്ടികൾക്ക് ഒരു പക്ഷേ കുറച്ചൊരു കുറവാണെങ്കിൽ പോലും അധികമാണ്. പിന്നെ വലിയ അത്ഭുതമൊന്നുമില്ല, നമ്മൾ ഇവിടെ കേരളത്തിൽ കാണുന്ന പല കോളേജുകളിലും ഭീകരമായ റാഗിങ് നടക്കുന്ന കോളേജുകളാണ്. യൂണിവേഴ്സിറ്റി കോളേജ് എൻ്റെ ടോപ്പിൽ നിൽക്കുന്ന കോളേജ്, ഹോസ്റ്റലുകൾ കേട്ടോ, ബോയ്സ് ഹോസ്റ്റലാണ്, 2 മഹാരാജ് കോളേജിൻ്റെ ഹോസ്റ്റല്. പിന്നെ അതിൻ്റെ ചെറിയ വെർഷനും ആയിട്ട് മറ്റു പല കോളേജുകളും നടക്കുന്നുണ്ട്. ഇത് എല്ലാ കോളേജിലുള്ളവർക്ക് അറിയാം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു സങ്കേതമാണ്, ബോയ്സിൻ്റെ ഹോസ്റ്റൽ. അവിടെ പോയിട്ട് അവിടെ നിൽക്കുന്ന വാർഡനൊന്നും അവിടെ പോയിട്ട് വലിയ റോളൊന്നുമില്ല. ഈ വാർഡന്മാർക്ക് സീനിയേഴ്സാണ് ഈ ഹോസ്റ്റൽ ഭരിക്കുന്ന മുഴുവൻ. അതെ, ഈ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോയ സ്റ്റുഡൻസ് പുറത്തുനിന്ന് വരും ഹോസ്റ്റലിൻ്റെ അകത്തോട്ട്. ഇവർ നിന്നിട്ടാണ് ഇതിനെല്ലാം മാനേജ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവർക്ക് മദ്യപിക്കാൻ പൈസ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കാൻ പൈസ ഉണ്ടാവില്ല, മറ്റു പല കാര്യങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. അതിനുവേണ്ടി എങ്ങനെ പൈസ കണ്ടെത്താന്നുള്ള രീതിയിലോട്ട് ഇവർ ചിന്തിച്ച് കഴിയുമ്പോൾ ജൂനിയേഴ്സ് പിള്ളേരുണ്ടാവും, അവരുടെ ബാഗിൽ നിന്ന് പോയി പൈസ എടുക്കും, അവരുടെ കയ്യിൽ നിന്ന് പൈസ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ചിലപ്പോൾ ഏതെങ്കിലും കുട്ടി പ്രതികരിക്കുന്നതിന് ഇവർ നോട്ട് ചെയ്യും. കാരണം ബേസിക്കലി നമ്മളൊരു 10 പേരുടെ ടീമിൽ ഒരു 10 പേരെ പേടിപ്പിച്ച് നിർത്തണമെങ്കിൽ ഒരു 3-4 പേരിൽ നിന്ന് ഭയപ്പെടുത്തി പേടിപ്പിച്ച് ഭയം ഇഞ്ചക്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരുത്തർ റിബലായി കഴിഞ്ഞാൽ ഇവർ 9 പേരും റിബലാവുന്നൊരു പേടി കൊണ്ട് ഇവനങ്ങ് ഒതുക്കും. അങ്ങനെയാണ് പലപ്പോഴും കൂട്ടത്തിലുള്ള ഒരാൾക്ക് കൂടുതൽ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവം കിട്ടുന്നത്. അതെ, ഇവനെ ഉപദ്രവിച്ച് ഇവനെ പേടിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിൽ എല്ലാവരും പേടിക്കുന്ന പുതുതാണ്. ഇതെല്ലാവരും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ സാധനം. ഈ സാധനത്തിലോട്ട് എത്തും. പലപ്പോഴും മഹാരാജ് കോളേജിന് ഹോസ്റ്റലിലൊക്കെ ഈ പറയുന്നതിനൊക്കെ ഭീകരമായ റാഗിങ് നടത്തും. ഞാനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഞാനൊക്കെ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ള എനിക്കറിയാം. നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ വസ്ത്രമില്ലാതെ നടത്തുക, പിന്നെ രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് ഭക്ഷണത്തിന് വലിയൊരു പാത്രം കൊണ്ടുവച്ചിട്ട് സീനിയേഴ്സ് അതിൽ നിന്ന് കൈയിട്ട് ഇളക്കി ബാക്കി ഭക്ഷണം കൊണ്ടിട്ടിട്ട് ഈ ഭക്ഷണം ഇവരെയും കൊണ്ട് തീറ്റിക്കുക. തൊട്ടടുത്ത് നമ്മുടെ എറണാകുളത്തുള്ള മഹാരാജ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ ഒരു 4-5 വർഷം മുന്നേ, ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, ഒരു 3-4 വർഷം മുന്നേ നടന്ന സംഭവമാണ്. ഇതിൻ്റെ ഭീകരമായ അവസ്ഥയുണ്ട്. പല കുട്ടികളും നിർത്തിപ്പോയിട്ടുണ്ട്, പഠനം നിർത്തിപ്പോയ കുട്ടികളുണ്ട്. പലപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത് സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലെ കുട്ടികളാണ്. കാരണം സീനിയേഴ്സ് ചെയ്യുന്നത് പുതിയ പിള്ളേരെ സ്മാർട്ടും ബോൾഡും ആക്കാനാണോ? അല്ല, രണ്ട് രീതിയിൽ പറഞ്ഞുകൊണ്ടാണ്. അത് ചെയ്തത് കൊണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല കേട്ടോ. രക്ഷപ്പെടുകയില്ലെന്നുള്ള കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുണ്ട്. റാഗിങ്ങിലൂടെ പോയില്ലായിരുന്നെങ്കിലും ഒരു 10 വർഷം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് കൊണ്ട് ജീവിതത്തിൽ ബോൾഡ് ആകുക. പക്ഷെ 10 വർഷം കഴിയണ്ട എത്ര ബോൾഡ് ആവാൻ വേണ്ടി. 10 വർഷം എടുക്കത്തില്ല. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഈ ഫിസിക്കൽ ടോർച്ചർ, മെന്റൽ ടോർച്ചർ വളരെ ബോറ് പരിപാടിയല്ലേ? തീർച്ചയായും. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ ലോങ്ങിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ കോളേജിലും ബാംഗ്ലൂർ കോളേജിലും കടമെടുത്ത് പൈസ എടുത്ത് പഠിക്കാൻ വന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ആ കോഴ്സ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്ത് പറ്റും. ഇനി അവിടെ നിന്ന് കിട്ടുന്ന ഉപദ്രവമാണെങ്കിലും മാനസികമായ പീഡനമാണെങ്കിലും എന്താണെങ്കിലും അത് സഹിക്കും ഇവർ, വേറെ വഴിയില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ജൂനിയേഴ്സ് വരുന്ന പിള്ളേർ ഇത് അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇവർ സെക്കൻഡ് ലെവലിലോട്ട് സീനിയർ ആയി കഴിയുമില്ലേ, ആ പോയിന്റിൽ ഇവരങ്ങ് ചേഞ്ച് ആവും.
ഞങ്ങൾക്ക് കിട്ടിയല്ലോ, തിരിച്ചു കൊടുക്കാം, ഇതിന്റെ ഇരട്ടി കൊടുക്കും. ഓൾറെഡി ഒരു സാഡിസം കയറും. കാരണം എന്താ, ഞങ്ങളെ ഉപദ്രവിച്ചപ്പോ ആരും ചോദിക്കാനുണ്ടായിരുന്നില്ല. കോളേജിൽ അധ്യാപകർ ഉണ്ടായിരുന്നില്ല, പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നില്ല, വാർഡൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉപദ്രവിക്കുമ്പോഴും ഇതാരും ചോദിക്കില്ല. ഈ ഒരു ധൈര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു റാഗിങ്ങിലൂടെ കടന്നു പോകുന്ന പല കുട്ടികളും കുറച്ചും ബോൾഡ് ആവും. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീകരമായ ഒരു സാധനം അനുഭവിക്കുക, മാസങ്ങളോളം അനുഭവിച്ച് കഴിഞ്ഞ് അതിനെങ്ങനെ നേരിടണമെന്ന് ഇവരങ്ങ് സ്വയമായിട്ട്, അതായത് ഇനി നോർമലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് ഉപദ്രവം കൂടുള്ളൂ. അതിലും ഭേദം ഇതിനെ റിബലായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇതിനെ ടാക്കിൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐഡിയോളജി എത്തുക എന്ന് പറഞ്ഞിട്ട് പോയിന്റിലോട്ട് എത്തും. പക്ഷെ അതിനോടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് വെറുതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, പഠനം നിർത്തിപ്പോയിട്ടുണ്ട്, പലർക്കും മാനസികമായി ഡിപ്രഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചെങ്കിൽ പല കുട്ടികളും. ദിവസം രാജഗിരി കോളേജിൽ ഒരു പെൺകുട്ടി അല്ലേ, അതെ, സൂയിസൈഡ് ചെയ്തൊരു വിൻഡോയിൽ നിൽക്കുന്നെന്ന് പറഞ്ഞു. വിൻഡോയിൽ സൂയിസൈഡ് ചെയ്ത് കാണുന്നത് ആലോചിച്ച് നോക്കി. രാജഗിരി പോലെ അത്രയും ഭയങ്കര വലുതായിട്ടുള്ള NRIs ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഈ പറഞ്ഞ പോലെ ലോൺ മേടിക്കാതെ തന്നെ കാശുള്ള വീട്ടിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും ഈ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ശരിയാണെന്ന് അറിയില്ല, അഭിപ്രായമാണ്, ഈ ക്യാമ്പസ് രാഷ്ട്രീയവും ഇതിനെ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് ഇല്ലേ? ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക്. അവരുടെ ഭാവിയിലേക്കുള്ള പൊളിറ്റിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂഷണവും അവിടെ നടക്കുന്നുണ്ട്. അതിന് കേസാകത്തില്ല, കാരണം റാഗിങ്ങിന്റെ കൂട്ടത്തിൽ നടക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ റാഗിങ് കേസ് ഫയൽ ചെയ്ത് 1977 കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അതിൻ്റെ കാര്യം അറിയുന്നതില്ല, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നടന്ന അതാണ് റാഗിങ്ങിന് വേണ്ടിയിട്ട് ആദ്യത്തെ കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തമ്പാനെന്നോ എന്തോ ആണെന്ന് തോന്നുന്നു. തമ്പാൻ, അതായിരുന്നു ആ പ്രിൻസിപ്പളുടെ ആ സമയത്തുണ്ടായിരുന്ന പ്രിൻസിപ്പളുടെ പേര് തോന്നുന്നു, ഐ ഗസ്. അപ്പോൾ അതിനെന്തായെന്ന് ചോദിച്ചാൽ 1977 നടന്നതാണ് ആദ്യമായി. അതായത് കേസ് കൊടുക്കുന്ന സമയത്ത് ഈ 5-6 പേരുണ്ടായിരുന്നു. കേസ് കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്ന റാഗിങ് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഷേക്കൻ്റെ കൊടുക്കുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കൊണ്ട് തെറിപ്പാട്ട് പാടിപ്പിക്കുക, നേരത്തെ ന്യൂഡായിട്ട്, അതായത് വസ്ത്രങ്ങളില്ലാതെ കുളിക്കുക, പിന്നെ അങ്ങനെയുള്ള ഇപ്പോൾ മൈൽഡായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും അന്ന് ഭയങ്കര അബ്യൂസീവ് ആയിരുന്നു. ഇപ്പോൾ 1977 കാര്യം ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല, ഞാൻ ഉൾപ്പെടെ ആരും ജനിച്ചിട്ടില്ല. അപ്പം ആ സമയം നടന്ന കാര്യത്തിൻ്റെ കാര്യമാണ്. അത്രയും മൈൽഡായിട്ടുള്ളത് പോലും അന്ന് സീരിയസ് ആക്കി എടുത്ത് പ്രിൻസിപ്പൽ ബാക്കിയുള്ളവരെയൊക്കെ ശിക്ഷിക്കുകയും അവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കേസുണ്ട്. അതിനുശേഷമാണ് പല കേസസും നമ്മൾ അറിഞ്ഞത്. പക്ഷേ അതിൻ്റെയൊക്കെ ടോട്ടാലിറ്റി എന്താണ്, ഇതിന് എന്ത് സംഭവിച്ചു, അതിനുശേഷം ഇത് ചെയ്ത ഒരാൾക്ക് എന്ത് സംഭവിച്ചു. ഈ കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട് വെറ്റിനറി കോളേജിൽ ഒരു സംഭവം നടന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപോയി. അതിൽ കൂടുതൽ പറയാനില്ലല്ലോ അല്ലേ? വേറെന്ത് പറയാനാണ്? ഇതിപ്പോ സാധാരണ കോളേജിൽ മെഡിക്കൽ സ്റ്റുഡൻസും ലോ സ്റ്റുഡൻസും പഠിക്കുന്ന ഹോസ്റ്റലിലേക്ക് എന്താ സംഭവിക്കുന്നത്? എല്ലാ മേഖലയിലും ഇതൊക്കെ അത്യാവശ്യം റാങ്കിങ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്, നമുക്കെല്ലാം അറിയാം. എന്താണ് ഈ അത്യാവശ്യ റാങ്കിങ്ങിന്റെ സ്കെയിൽ എന്ന് പറഞ്ഞു? നമ്മൾ റൂൾസ് ഓഫ് ദ കോളേജ് എന്ന് പറഞ്ഞാൽ റാങ്കിങ് ചെയ്യണമെന്നല്ല, ഞാൻ റാങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും. പക്ഷേ ഈ നിങ്ങൾ നേരത്തെ ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്ന് പറയുന്നത് ഒരാളുടെ പേടി മാറ്റിയെടുക്കുക, ആക്ടിവിറ്റീസ് കൊടുക്കുക, അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ടോർച്ചറിലേക്ക് കടക്കുമ്പോൾ ട്രോമയായിട്ട് അവരുടെ മനസ്സിൽ കിടക്കും. ശരി, നേഹ പഠിക്കുന്ന സമയത്ത് മോശമായ പലതും, അതായത് ഇപ്പോൾ ലൈംഗിക ചുവയുള്ള സംസാരം പോലും മോശമാണല്ലോ, അത് ഡബിൾ മീനിങ് ഉള്ള കാര്യം പോലും മോശമാണ്. പക്ഷേ റാഗിങ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും പ്രശ്നമല്ല. മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്പേമിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി റാഗിങ്ങിന് അല്ലെ സീനിയേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന സംഭവമാണ് അല്ലേ, നടക്കുന്ന സംഭവമാണ്. സോ ഇഫ് യു ഹാഡ് ടു ആ ഒരു സാധനം, അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും മൈൽഡായിട്ടൊരു സാധനം ഫേസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വളരെ മൈൽഡായിട്ടുള്ളതാണ്, കുറച്ച് ഹാർഷ് ആയിട്ടുള്ളൊരു സാധനമാണ് താങ്കൾ ഫേസ് ചെയ്തത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ അടുത്ത് പോയി പരസ്യമായി കിസ് ചെയ്യാൻ പറയുക, ദാറ്റ് വിൽ ബി മോർ അൺകംഫർട്ടബിൾ ഫോർ യു എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ വിൽ യു ഹാൻഡിൽ ദാറ്റ്? എന്ത് ചെയ്യും? ഇത്രയും പേര് നിൽക്കുകയാണ്, റാഗിങ് നടക്കുകയാണ്. റാഗിങ് എന്ന് പറഞ്ഞാൽ മഹാമഹം ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ആർ ദ വൺ ഹു വാസ് പിക്ക്, തന്നെയാണ് അവർ പിക്ക് ചെയ്തത്. എങ്ങനെയായിരിക്കും? നൈസ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അടിപൊളിയാണ്. അതായത് ഇപ്പോൾ ഈ കിസ് അടിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല, ഇതൊന്നും എനിക്ക് വലിയ കാര്യമല്ല. ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ കിസ് അടിക്കാൻ ഞാൻ നിൽക്കത്തില്ല, കിസ് അടിക്കാൻ ഞാൻ നിൽക്കത്തില്ല. കാരണം എനിക്ക് താല്പര്യം അങ്ങനല്ല. കിസ് അടിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അതാണെന്ന് വിചാരിച്ചാണല്ലോ സീനിയേഴ്സ് പറയുന്നത് കിസ് അടിക്കുകയെന്ന്. പക്ഷെ ഞാൻ കിസ് അടിക്കാൻ നിൽക്കുകയല്ല, കാരണം എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ലാത്ത വ്യക്തി ഇപ്പൊ ഞാൻ എന്തിനു കേസ് അടിക്കണം? റാഗിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വ്യക്തി താല്പര്യം അനുസരിച്ച് ചെയ്യുന്ന കാര്യമല്ലോ. എനിക്ക് എന്റെ യുക്തിക്ക് തെറ്റാൻ തോന്നുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഇവിടെ യുക്തി ഒന്നും ഇല്ല മോളെ, അതാണ് എന്റെ സംഭവം മനസ്സിലായത്. റാഗിംഗിൽ യുക്തി, there is no sense and sensibility ഒന്നും അവിടെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വല്ലാത്തൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ കഴിച്ചിട്ട് അതിന് ആഹാരമല്ലല്ലോ തരുന്നത്, കഴിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഒരാളെ ഇപ്പൊ കിസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്ര
എത്രയോ അളവ് മുകളിലുള്ള സംഭവം ഇപ്പൊ നടക്കുന്നത്. ഇങ്ങനെ ബോഡിയിൽ വരയുക, അവിടെ ലോഷൻ ഒഴിക്കുക, അതൊക്കെ എന്താണ്? ഇതെല്ലാം കോളേജിലല്ല നടക്കുന്നതെന്നുള്ളതും കൂടെ ഒരു സത്യമാണ്. ഇത് ഹോസ്റ്റലിലല്ല നടക്കുന്നത്, കോളേജിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും കോളേജ് ഹോസ്റ്റലാണല്ലോ. അതെ, അങ്ങനെയുള്ള കോളേജിൽ തനിക്കൊക്കെ അറിയാമായിരിക്കും, വാർഡന്മാർ അല്ലെങ്കിൽ ടീച്ചർമാരൊന്നും അല്ല അവിടുത്തെ കാര്യങ്ങൾ, അല്ലേ? ചേട്ടാ, വേറെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോളേജിലെ ഹോസ്റ്റൽ കുട്ടികൾ ടീനേജ് ആയ പ്രായമുള്ള കുട്ടികളാണ്. പലപ്പോഴും നമ്മളെല്ലാവരും ആ മേഖലയുടെ കടന്നു വരണം. ആ സമയത്ത് ഉണ്ടാകുന്ന രക്തത്തളപ്പ് ഭയങ്കര ഇതാ, ചെറിയൊരു നോട്ടം, ഇനി എന്തിനെ എന്നെ നോക്കിയെന്നും പറഞ്ഞ് 2 ഗ്യാങ്ങുകൾ നമ്മൾ ഇടിയുണ്ടാവുന്ന കാലഘട്ടമാണത്. ഓൾറെഡി അങ്ങനെയായിരുന്നു. എത്രയോ കുട്ടികൾ കോളേജുകളിൽ സൂയിസൈഡ് ചെയ്തു അധ്യാപകരുടെ പീഡനം മൂലം. പിന്നെ അത് ഒരു അധ്യാപകന് ഒരു സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തുന്നല്ലാതെ കുറച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ച് അധ്യാപനം തിരിച്ചെടുക്കും. എത്ര ആൺകുട്ടികൾ പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തു, കോളേജിൽ നിന്ന് മോളിൽ നിന്ന് ചാടി മരിക്കുക. ഇതൊന്നും നമ്മുടെ ഇവിടെ ഒരു വാർത്തയിലോട്ട് പോകുന്നല്ലാതെ ഇത് ഒരിക്കലും ഒരു ആക്ഷനിലോട്ട് പോകാറില്ല, അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇതൊരു കേസ് എടുക്കാറില്ല. ഇത് രണ്ടും ഈക്വലാ. അധ്യാപകരാണെങ്കിലും കോളേജ് മാനേജ്മെന്റ് ആണെങ്കിലും ഈ പറയുന്ന PT ആണെങ്കിലും നല്ല വ്യക്തമായിട്ട് ഇപ്പോൾ പൈസ കുറവുള്ള കുട്ടികൾക്കോ ഫീസ് അടയ്ക്കാനുള്ള ഇല്ലാത്ത കുട്ടികൾക്കോ നല്ല രീതിയിൽ മെന്റൽ ടോർച്ചറിങ് കൊടുക്കുന്നുണ്ട്. ഇതും ഈ പറയുന്നതിലോട്ട് എത്താം. ഇതും ഈ റാഗിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. നിങ്ങൾ അത് കാണണമല്ലോ. അതെ അതെ അതെ. കാരണം അപ്പം വിചാരിക്കും കുട്ടികളല്ലല്ലോ സാറന്മാരല്ല ചെയ്യുന്നത്. എത്രയോ കുട്ടികൾ മരിച്ചിട്ടുണ്ട് നെഹ്റ. ഒരുപാട് പേര് ബാംഗ്ലൂർ, ഇവിടെ കേരളം വിട്ട് കഴിഞ്ഞാൽ മരണം കൂടുതലാണ്. എന്നിട്ട് നമ്മൾ അറിയാത്ത തന്നെ എത്ര പേര് കേരളത്തിൽ മരിക്കുന്നു ഒരുപാട് കുട്ടികൾ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ക്രിമിനൽ ഒഫൻസ് നിയമമാണുള്ളത്. പക്ഷെ ഇത് റാഗിങ് എന്ന ഓമന പേരിൽ മാറ്റി നിർത്തണം. ഇപ്പോഴും ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഒരാളെ അയാളുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ തൊടുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് ക്രിമിനൽ ഒഫൻസ്. പക്ഷെ അത് റാഗിങ് എന്ന ഓമന പേരിട്ട് അതിനെ കുറച്ചും കൂടി മഹത്വവൽക്കരിക്കുന്നു, കുറച്ചും കൂടെ സ്വീറ്റ് ചെയ്യുന്നു. ഷുഗർ കോട്ടഡ് വേർഡ് ഒക്കെ ഇട്ടാണ് ലൈറ്റ് ആക്കുന്നത് വിദ്യാർത്ഥികളല്ലേ. വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ച് സാറിനെ കാട്ടി പ്രായമുള്ളവരാണ് വീണ്ടും വിദ്യാർത്ഥിയായിട്ട് വരുന്നത്. അങ്ങനെ സാധനമുണ്ട്. അപ്പൊ അവൻ ഇത്രയും കാലത്ത് അവന്റെ ഫ്രസ്ട്രേഷൻ കിടപ്പുണ്ട്. അവന്റെ പേര് നാഷ്, ചുമ്മാ വേറെ ആരുടെ പേര് പറഞ്ഞത് നാഷാണ് അവിടുത്തെ ഏറ്റവും ഭയങ്കരമായ റാഗിങ് ചെയ്യുന്ന ഒരാളെന്ന് പറയുക. അപ്പൊ ഇവന് വേറെ പണിക്കൊന്നും പോണ്ടേ? ഇവന്റെ കുറച്ച് ആൾക്കാർ സിംഹതന്തികൾ അവന്റെ കൂടെ കുറെ ഉണ്ടാവുമല്ലോ, ചംചാസ് എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടാവും. ചേട്ടാ പുതിയൊരു ചെറുക്കം വന്നിട്ടുണ്ട്, അവന്റെ ഐഫോൺ മറ്റേ സാധനം കൊള്ളാം, അപ്പൊ അവന് വൈകിട്ട് 6 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ. ഇതാണ് സീന്. പരിപാടി കഴിഞ്ഞ് അവനൊന്നും അറിയണ്ട, അവന് വൈകിട്ട് 6 മണിക്ക് അന്ന് വൈകിട്ടത്തെ കാര്യം കുശാൽ, അടുത്ത ദിവസം വേറെ ഒരു ഐഫോൺ ആയിട്ട് വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഞാൻ ഓർക്കുന്നു, പണ്ട് എൻ്റെ ഒരു സീനിയർ ചേട്ടൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ മെസ്സേജ് അയക്കുമായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ജൂനിയേഴ്സ് ആയിട്ട് പെൺകുട്ടികൾ വരുമ്പോൾ എന്ത് വേണേലും മെസ്സേജ് അയക്കാം, അബ്യൂസീവ് ആയിട്ട് പറയാം എന്നൊക്കെ പറയുന്ന ഒരു വിചാരം അവർക്കുണ്ട്. അതൊരു മോശമായ വിചാരമാണ്. ഈ തെറി പറഞ്ഞുകൊണ്ട് യു ട്രൈ ടു തെറിയായാലും വൃത്തി ലൈംഗിക വാട്ടെവർ അതെ ഡബിൾ മീനിങ് ഉള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിലും ഭേദം ജീവിച്ചിരിക്കാതെ. ഇൻസ്റ്റാഗ്രാമിൽ ആ ചേട്ടനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. സോ ബേസിക്കലി റാഗിങ്, ഞാൻ റാഗിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചാൽ ഇത്രയും പറഞ്ഞ റാഗിങ് ഇസ് ഫൈൻ. അക്കോർഡിംഗ് ടു മീ റാഗിങ് ഇസ് ഫൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് പാടിക്കുക, ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുക, അത് ചെയ്യാൻ പാടില്ല, വേറെ അനുഭവത്തിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ആ ഐസ് ബ്രേക്കിംഗ് മാറ്റുന്നതോ അതിനുശേഷം തോളി കയറ്റി കിടക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ട്രീറ്റ് മേടിക്കാൻ, ട്രീറ്റ് കൊടുക്കാൻ, ട്രീറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ട്രീറ്റ് മേടിക്കണം. സീനിയേഴ്സിന് ജൂനിയേഴ്സ് ട്രീറ്റ് കൊടുക്കുന്നത് വലിയ സംഭവമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ചേട്ടന്മാരാണ് അവർക്ക് സംഭവം. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യാം. ഒരു ഫ്രഷേഴ്സ് ഡേ എന്നൊരു സാധനം ഉണ്ടാവുമല്ലോ, ഞാൻ ചെയ്തിരുന്നു. ഫ്രഷേഴ്സ് ഡേക്ക് മുമ്പിലാണ് റാഗിങ്ങിന്റെ ഈ മഹാമഹം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടുകൂടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ പല കോളേജുകളിലും ഇന്നലെ നടന്ന സംഭവം ഉൾപ്പെടെ ഫ്രഷേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോ എന്താണ് ഫെബ്രുവരിയിൽ എന്ത് ഫ്രഷേഴ്സ് ഡേ? ഫെബ്രുവരിയിലാണ് പരിപാടി നടക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ടും ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയതിനു ശേഷം സ്റ്റാർട്ട്സ് ഇൻ മാർച്ച് ജൂൺ ആ സമയത്താണ് അക്കാഡമിക് തുടങ്ങുന്നത് അല്ലേ? ആ സമയത്തല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു പാരന്റിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ പലരും പറയുന്നത് വീട്ടുകാർ ഇങ്ങനെ അമ്മമാർക്ക് ക്രെഡിറ്റ് കാർഡ് അറിഞ്ഞ ഓൾറെഡി കോളേജിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാര് വീണ്ടും ഹോസ്റ്റലിൽ നിന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് ഇറങ്ങി പോകും. വീണ്ടും ഈ ഉപദ്രവം വീണ്ടും അവർ അതിന്റെ ഒരു പേടിയുണ്ട്. ആ പിള്ളേർക്ക് ഒരു പേടിയുണ്ട്. നമ്മളൊരു വീട്ടിൽ ചെന്ന് പറഞ്ഞ് പ്രശ്നമാക്കി ചേട്ടന്മാർ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ, വീട്ടുകാർ എപ്പോഴും കൂടെ വന്ന് നിൽക്കത്തില്ലല്ലോ. ഈ പേടി വരുന്നത് മോളെ ഈ പൊളിറ്റിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ള ഒരാളാണ് ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ആ പേടി ഒരു 10 times ബിഗറാണ്. അയ്യോ ഇയാൾക്ക് ഈ പാർട്ടിക്കാരനാണെന്ന് നമ്മൾ ഒരു വിഷയത്തെ ഭയപ്പെടാതിരിക്കുക. നമ്മൾക്ക് ഒരു പക്ഷെ നമുക്ക് നഷ്ടം സംഭവിക്കും. ഇപ്പം നമ്മൾ ആ വിഷയത്തിനെ എതിർത്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മെന്റലിയോ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കും. ആ നഷ്ടങ്ങളെ ഏറ്റെടുക്കാൻ കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗിങ് ചെയ്യുന്ന സമയത്ത് പറ്റില്ല, ചിലപ്പോൾ ഇവിടെ പഠനം നിർത്തി പോകേണ്ടി വരും, ആ കുഴപ്പമില്ല എന്നുള്ളൊരു ലെവലോട്ട് എത്തും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവൻ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും പിന്നോട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ
ഈ പറയുന്ന റാഗിങ് ഓഫീസുകളിൽ നടക്കുന്നില്ലേ? എല്ലാവർക്കും എല്ലാ ഓഫീസുകളിലും ചൂഷണവും കാര്യങ്ങളെല്ലാം സെക്രട്ടേറിയറ്റ് മുതൽ താഴോട്ട് വരെ നടക്കുന്നത്. പുരുഷന്മാരാണ് പിന്നെ അവിടെ രക്ഷപ്പെട്ടു പോകുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അത് ഇരയാവുന്നത്. ഒരു ഓഫീസിൽ പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഓരോ പ്രശ്നങ്ങൾ ലൈംഗികമായിട്ട് പല രീതിയിലും മനസ്സിലായ സീനിയേഴ്സ് പല എല്ലാ ഓഫീസുകളിലും എല്ലാ കോളേജുകളിലും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് അങ്ങനെ അത് പറയാൻ പറ്റില്ലല്ലോ. എവിടെയാണോ നടക്കുന്നത്, കേരളത്തിൽ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമല്ല, മനസ്സിലായി. നമുക്ക് അതിനെ അങ്ങനെ കാണാനും പറ്റില്ല. കോളേജുകൾ നടക്കുന്നുണ്ട്, ഈ പറയുന്ന എല്ലാ മേഖലയിലും റാഗിങ്, നമ്മൾ ഈ കാണുന്ന കോളേജുകളിലെ റാഗിങ്ങിന്റെ മറ്റൊരു സംഭവമാണ് നടക്കുന്നുണ്ട് ഭീകരമായിട്ട്. അപ്പോ പലപ്പോഴും ചിന്തിക്കുന്നത് അത് കുഴപ്പമില്ല, ഇത് എന്റെ കരിയറിന് അതിന്റെ ഭാഗമാണ് എന്ന്, കറിക്കുലത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചു പോകുന്നവരൊക്കെയാണ്. പക്ഷെ അത് ലിമിറ്റ് കഴിയുമ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്യാം. വേറെ വഴിയില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് നമ്മുടെ യുക്തി പോലെ ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. റിബൽ ആവേണ്ടവൻ അവിടെ ആകാം, അവന് ആ വോട്ട് ഒരു 10 ലക്ഷം രൂപ എനിക്ക് പ്രശ്നമൊന്നുമില്ല, 10 ലക്ഷം പോയാൽ എന്റെ വീട്ടിൽ വേറെ കാശുണ്ട് എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? അധികം ആളുകളില്ല, ഇല്ലല്ലോ. അപ്പൊ അവർക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. അങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികളും പാവപ്പെട്ട പാരന്റ്സിനും ഒക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. അല്ലാത്തവന്മാർക്ക് NRI പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഈ മരിച്ച കുട്ടിക്ക് ഷീ മസ്റ്റ് ബി ഫ്രം ഗുഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, വേറെ എന്തോ മെന്റൽ എന്തോ പ്രശ്നമാണ്, എന്താണ് കേസെന്ന് അറിയില്ല, എന്തോ കാരണം കൊണ്ടാണ് ആ കൊച്ചു അങ്ങനെ ചെയ്തത്. ആ സമയത്ത് ആ നിമിഷം ഉണ്ടായ ഈ സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് ഉണ്ടാവുന്ന ധൈര്യമാണല്ലോ. അത് കഴിഞ്ഞാൽ അത് ചെയ്യത്തില്ല, അതിന് തൊട്ട് മുമ്പേ ചെയ്യണോ വേണ്ടെന്നുള്ളതാണ്. ആ ഒരു സെക്കൻഡിൽ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ സമയത്ത് സംഭവിക്കുന്നതാണ്. ആ ഒരു സെക്കൻഡിൽ ആർക്കെങ്കിലും ഒരു സുഹൃത്തോ ആര് വേണമാകാം, ആ ഒരു സെക്കൻഡ് ഒന്നും ആരും ഡിവീറ്റ് ചെയ്ത് ആ ജീവൻ രക്ഷിക്കാൻ പറ്റും. പക്ഷെ അതിനേക്ക് എത്തിപ്പെടുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ഈ ഡിപ്രഷൻ്റെ മേളിൽ വീണ്ടും മെൻ്റൽ ടോർച്ചർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് നടന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ എന്തൊക്കെ ടോർച്ചറായിരിക്കും നടക്കുക? ആ കൊച്ചു എഴുതി വെച്ചിരിക്കുന്ന പപ്പ മമ്മ സോറി അങ്ങനെ കണ്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വായിച്ചായിരുന്നു. പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഒരുപാട് നല്ല റാഗിങ് നടക്കാറുണ്ട്. ആണല്ലേ? എന്തൊക്കെയാണ്? ഭയങ്കര ഭീകര വേർഷൻസ് നടക്കാറുണ്ട്. അത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഫ്രണ്ട്സ് പലരും പറഞ്ഞറിയാം. അതായത് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ബക്കറ്റിനകത്ത് കയറ്റിയിരുത്തുക, അങ്ങനത്തെ ഉള്ള ഒരുപാട് ഞാൻ പറയുന്നില്ല. അങ്ങനെ പല തരത്തിലുള്ള റാഗിങ് നടക്കാറുണ്ട്. ഈ റാഗിങ് എന്ന് പറയുന്നത് ഒരു തലമുറ മറ്റൊരു ടീമിന് കൈമാറി പോകുന്ന സാധനം. അപ്പോ ഈ ജൂനിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ നേഹ അവിടെ ജൂനിയറായിട്ട് ചെല്ലാം, നേഹയ്ക്ക് റാഗിങ് ചെയ്യാൻ താല്പര്യമില്ല, റാഗിങ് കൊടുക്കാനും വാങ്ങാനും താല്പര്യമില്ല. പക്ഷെ നേഹന് നിർബന്ധപൂർവ്വം റാഗ് ചെയ്തു. നേഹയ്ക്ക് ആ ഒരു അവരോടുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ തലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമുക്ക് റാഗ് കിട്ടിയണോ, മാസങ്ങളോടാണ് കിട്ടുന്നത്. നേഹ സീനിയർ ആകുമ്പോൾ റാഗിങ് തിരിച്ചു കൊടുക്കും. അവിടെയാണ് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. അതെന്താ സംഭവം എന്നറിയാമോ? നമ്മളിത് കണ്ടീഷൻഡ് ആവുകയാണ്, ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ തലയിലേക്ക് വരികയാണ്. അതാണ് എന്റെ സംഭവം. അതായത് ഈ സീനിയേഴ്സ് ആയിട്ട് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, എന്തോ വലിയ സംഭവമാണ്. കോളേജ് പിള്ളേർക്ക് വിചാരമുണ്ട്. എനിക്ക് ഇപ്പോഴും ചോദിക്കാനുള്ള എന്തിനാണ് സത്യത്തിൽ ഈ റാഗിങ് ചെയ്യുന്നത്? അതാണ് ഈ സൈക്കോളജിപരമായിട്ട് നമുക്ക് കിട്ടുന്ന 2 ടൈപ്പ് ഓഫ് പെയിനാണ്. ഒന്ന് നമുക്ക് ബോഡി പെയിൻ, മെന്റലി പെയിൻ. ബോഡി പെയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. 2 മെന്റലി നമുക്ക് കിട്ടുന്ന പെയിൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ റാഗിങ് മൂലം നമ്മുടെ തന്തേനെ വിളിക്കുക, അമ്മേനെ വിളിക്കുക, മറ്റുള്ളവരെ വിളിക്കുക, ഈ സാധനം നമ്മുടെ തലയിൽ ഇങ്ങനെ സേവ് ആവും. ഇത് തിരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് സാധനം റിലീസ് ആവും. എന്ന് കഴിഞ്ഞാൽ ബ്രെയിൻ ഇത് എന്റർടൈൻമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. ഈ സാധനം അങ്ങനെയാണ് ഈ കിട്ടിയവന്മാർ ഈ സാധനം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? തിരിച്ചു കൊടുത്തോട്ട് ഇവരൊരു ആനന്ദം കണ്ടെത്തുന്ന ആലോചിച്ചെങ്കിൽ എല്ലാ ദിവസവും രാത്രിയും പകലും സീനിയേഴ്സ് ഉറങ്ങാതെ തന്നെയാണ് ജൂനിയേഴ്സിന് റാഗിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്റർടൈൻമെന്റ് ആയിട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക. അതായത് കിട്ടിയവർ ഒന്നെങ്കിൽ അത് പിന്നീട് നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം, അത് ശ്രമിക്കുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ കൈമാറി പോകുന്ന കിട്ടുന്നവരാണ് കൊടുക്കുന്നത്. ഇതിനൊരു മയത്തിൽ വേണമെന്ന് ഒരു കാറ്റഗറി ഒരു ഇയറിൽ വരുന്ന 25-26 കാറ്റഗറിയിൽ വരുന്ന അക്കാഡമി ഇയറിൽ വരുന്ന ഇതൊരു മയത്തിൽ മതി എന്ന ആ ഒരു ബാച്ച് തീരുമാനിച്ച രണ്ടാമത്തെ ബാച്ച് മയപ്പെട്ട് വരും. പക്ഷെ ചിന്തിക്കത്തില്ല, കാരണം തൊട്ട് മുമ്പിലുള്ളവരെ മറ്റേ ചെയ്ത് വെച്ചിരിക്കല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അത്ര ചെയ്തതൊക്കെ പോട്ടെ, നമുക്ക് മറന്നിട്ട് നമുക്ക് പുതിയ റാഗേഴ്സ് ആകാന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കും? അത് നടക്കുന്ന പരിപാടിയല്ല. അതാണ് എൻ്റെ ഒരു കാര്യം. സോ ബേസിക്കലി എല്ലാത്തിനും ഒരു മയം വേണം. ഞാൻ പറയുന്നത് എല്ലാത്തിനും ഒരു മയത്തിലായാൽ ഒരു കുഴപ്പമില്ല, പോകാതെ ഉപദ്രവിക്കാതെ വീട്ടിൽ നിന്ന് മേടിക്കുന്ന പൈസക്ക് പിടിച്ചു ജീവിക്കാൻ ഉള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻ. പേഴ്സണാലിറ്റി ബ്രേക്ക് ചെയ്യാതെ അങ്ങോട്ട് രണ്ടുപേർക്ക് അങ്ങോട്ടോ ആയാലും ഇങ്ങോട്ടോ ആയാലും പേഴ്സണാലിറ്റി റെസ്പെക്ട് ഈസ് സംതിങ്. നമുക്ക് ജൂനിയേഴ്സിന് നമുക്ക് ബേസിക്കലി ഇതെല്ലാം റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. തട്ടിപ്പറിച്ചാൽ റെസ്പെക്ട് കിട്ടില്ല, ദേഷ്യമാണത്. ഭയത്തിലൊന്നും റെസ്പെക്ട് വരില്ല. അപ്പോൾ അവർക്ക് ശരിക്കും തോന്നാം അങ്ങനെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ആദ്യമൊക്കെ കണ്ടാൽ പേടിയാവുന്നതിന് കുഴപ്പമില്ല, നല്ലതാണ്. അതാണ് റെസ്പെക്ട്. മനസ്സിലായില്ല? അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ മയത്തിലുള്ള രീതിയിൽ റാഗിങ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വരുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് റാഗിങ്. പെട്ടെന്ന് പേടിക്കും, അത് അപ്പം തന്നെ കൂളായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അല്ലാതെ ചുമ്മാ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ ദാറ്റ് ഇസ് ബാഡ്. ഓക്കെ.